കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എടുത്തത്. എന്താ പറഞ്ഞത്, കുട്ടികളില് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പേർമെന്റ് ആണ് പറഞ്ഞത്. കുട്ടികളില് ഇപ്പൊ കണ്ണിന് വൈകല്യമുള്ള, കാഴ്ചക്ക് വൈകല്യമുള്ള കുട്ടികൾക്ക് കൊടുക്കണ എന്താ പറഞ്ഞത്, കാഴ്ചക്ക് വൈകല്യമുള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അവർ പഠിക്കുന്നുണ്ട്, അവർ പഠിക്കണ ആ ലിപിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാവരും കൂടി പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ ബ്രെയിൻ ലിപി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയില്ലേ, അവർക്ക് പൈസയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. എത്രയും നോട്ടാണ് അവർക്ക് കിട്ടിയിരുന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മനസ്സിലാവും കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിന്റെ സൈഡിൽ ഇതുണ്ടാവും, എന്തൊരു വര പോലെ, അതിങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കണം എത്ര രൂപയുടെ നോട്ടാണ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ സൈഡില് പിന്നെ ഒരു റൗണ്ട് ഷേപ്പോ ത്രികോണ ഷേപ്പ് അങ്ങനെയൊക്കെ ഓരോരോ ഷേപ്പുകൾ വരും. ഓരോ 500 നോട്ടിലാണെങ്കിൽ ഒരു ത്രികോണ ഷേപ്പ്, 200-ലൊരു റൗണ്ട്, അങ്ങനെ അത് മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ ടീച്ചർമാരും അതേപോലെ പാരന്റ്സ് എന്താ ചെയ്യേണ്ടത്, കുട്ടികളോട് പറയണം നമ്മുടെ കണ്ണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഓർഗനാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും കണ്ണിന് ദോഷം വരെ ഒരു കാര്യം ചെയ്യരുത്. അതേപോലെ കണ്ണിന് എന്തെങ്കിലും ദോഷം വന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കട്ടൊക്കെ ചെയ്യൂലേ, ഇരുമ്പൊക്കെ കട്ട് ചെയ്യണം, അങ്ങനത്തെ തിരിയൊക്കെ തെറിക്കണം, അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ വെൽഡ് ചെയ്യണൊക്കെ സമയത്ത് ഒരു കാരണവശാലും കുട്ടികളോടെ പോയി ഇരിക്കാനോ നല്ല ശരിക്കുള്ള കണ്ണ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കാനോ, നേരെ കണ്ണിലേക്ക് നോക്കാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് കംപ്ലൈന്റ് ആണ് കുട്ടികളോട് പറയണം. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പൊ തന്നെ കണ്ണടയ്ക്കുക. അല്ലെങ്കിൽ ഒരുപാട് നേരിട്ട് കണ്ണിൽ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് എങ്ങനെ ഇത് ചെയ്യരുത്, റബ്ബ് ചെയ്യരുത്. കണ്ണ് വെറുതെ പച്ചവെള്ളം ഒഴിച്ച് ഇങ്ങനെ കണ്ണ് കഴുകി കഴിഞ്ഞാൽ തന്നെ കണ്ണിലെ അഴുക്കൾ പൊക്കോളും. ഇനി അത് കൂടുതൽ വല്ല പ്രശ്നമാണെങ്കിൽ മാത്രം ഡോക്ടറെ കാണാം. അപ്പൊ ഡോക്ടർ തുള്ളിമരുന്ന് തരും, എന്താണെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളിൽ. പിന്നെ ഒരു കുട്ടി പറഞ്ഞില്ലേ, ആ കുട്ടി എഴുതുന്നതൊക്കെ തെറ്റായിരുന്നു. ഇതേപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഒരു കൊച്ച് ഒരു 4ാം ക്ലാസ്സിലാണ് കേട്ടോ. അവൻ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പറയിപ്പിക്കുമ്പോ സ്പെല്ലിങ് ശരിയാണ്, എഴുതുമ്പോ സ്പെല്ലിങ് തെറ്റാണ്. എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് രണ്ടാമത് എന്നത് ആദ്യം, അങ്ങനെയൊക്കെ എഴുതണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം, ഈ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് നോക്കിയിട്ടാണ് ഒട്ടും നോട്ടിലോട്ട് പകർത്താൻ പറ്റണില്ല. ടെസ്റ്റിലെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, നോട്ടിൽ ഞാൻ വലുതാക്കി എഴുതി കൊടുക്കുമ്പോ അതവൻ പഠിച്ചു കേൾപ്പിക്കുന്നുണ്ട്. ടെസ്റ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പാരന്റ്സിനോട് പറഞ്ഞു, ജെറി എന്നാണ് അവരുടെ പേര്. ഞാൻ ജെറിയുടെ അമ്മയോട് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട്, കാരണം അവന് ഞാൻ പറഞ്ഞു എഴുതി കൊടുക്കണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ടെസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ അവൻ പഠിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, കണ്ണ ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ കണ്ണട വെച്ചിട്ടുണ്ട് ആള്. ഇപ്പൊ എന്തോ കുറച്ച് നാളത്തേക്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ ക്ലിയർ ആയിട്ട് എല്ലാ കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ അവന് വായിക്കുന്നുണ്ട്, ടെസ്റ്റ് നോക്കി വായിച്ചു തുടങ്ങി. മുമ്പ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. എത്ര നേരം നമ്മൾ ചീത്ത പറഞ്ഞാലും അത് ഇന്നതാന്ന് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യില്ല, സോറി ട്ടാ, അതെ ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നു. ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടല്ല, റെക്കോർഡ് ഓണാക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഒരു ഇത് വന്നേട്ടാ, സോറി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ ബുക്ക് നോക്കി ടെസ്റ്റ് നോക്കി വായിക്കാനായിട്ട് നല്ല കറക്റ്റ് ആയിട്ട് വായിക്കണം. അപ്പൊ എന്താണ് ആ കൊച്ചിന്റെ കണ്ണിന്റെ പ്രശ്നം വരുന്നത് നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യേണ്ടിരുന്നു. അപ്പൊ 4ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട കുട്ടിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവളിപ്പോ ടീച്ചറാണ്. അവള് നമുക്ക് ഒരിക്കലും കല്യാണം ഒക്കെ കഴിഞ്ഞ ആള് സെറ്റിൽഡാണ്, നല്ല അടിപൊളിയാണ്. നമുക്ക് നേരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കണ്ണ് കാണാത്ത കുട്ടിയാണെന്ന് ഒരു കാരണവശാലും നമുക്ക് തോന്നില്ല. കാരണം നമ്മളെയൊക്കെ പോലെ, എന്നെയൊക്കെ പോലെ തന്നെ അവള് കാണാനൊക്കെ കണ്ണൊക്കെ വ്യത്യാസം കൂടി ഇല്ല, കാഴ്ച ഇല്ലാന്ന് നമുക്ക് കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പേർഷന്റെ ആണ് പറഞ്ഞത്.
ചിൽഡ്രൻസ് ആർ എയ്തർ അൺസൈറ്റഡ് ബൈ ബർത്ത്. എങ്ങനെയൊക്കെ വരാം കുട്ടികളിൽ? ജന്മല കാഴ്ച നഷ്ടപ്പെടാം, ബിക്കം ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ബ്ലൈൻഡ് ആവാം. ചിലപ്പോ ഈ അസുഖങ്ങൾ, ചില ഡിസീസസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ട്, ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വല്ല ബേൺസ്, പൊള്ളലൊക്കെ ആയിക്കൂല, അങ്ങനെ അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ആൻഡ് പോയിസൺസ് കെമിക്കൽസ് ഒക്കെ കണ്ണിൽ വീണായിട്ടുണ്ടെങ്കിൽ അതുവഴിയും അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ ചിലവർ യൂസ് ചെയ്യും. ഈ ടാപ്പിങ്ങിന്റെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, മറ്റേ റബ്ബർ ടാപ്പിംഗ് ഒക്കെ. അപ്പൊ ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു, ഒരാൾ സ്ഥിരമായിട്ട് റബ്ബർ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അവർക്കൊന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സംഭവം എന്തൊരു കെമിക്കൽ ഒഴിക്കുമായിരുന്നു. അപ്പൊ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അയാൾക്ക് കാഴ്ച കുറഞ്ഞ് 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 കാഴ്ച തീരെ ഇല്ലാണ്ടായി. കാരണം അയാൾ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കണ്ണ് വെച്ചിട്ട്, ഇങ്ങനെ കണ്ണുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, കണ്ണൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് അയാൾ എന്തിരുന്നത്, അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്ലാസ് വെച്ച് കയ്യിൽ നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ശ്രദ്ധയോട് യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഇയാൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് അത് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ, അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയും എന്ത് തന്നെയുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇനി ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പേർഷൻമെന്റ് ആണ് പറയാൻ പോണേ കേട്ടോ. കുട്ടികൾക്ക് കേൾവി കുറവ് കൊണ്ട് വന്ന പ്രശ്നങ്ങൾ, കേൾവി തീരില്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ചെവിക്ക് മാത്രമായിരിക്കും കേൾവി കുറവ്, മറ്റേ ചെവി ക്ലിയർ ആയിട്ട് കേൾക്കണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കുന്നത്. കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇസ് നീഡഡ് ഫോർ ദ പുൾസ് ഹൂ ആർ ഡിസേബിൾഡ് ബൈ ഹിയറിംഗ് ഇമ്പേർഷ്മെന്റ്. അപ്പൊ നമ്മൾ കേൾവി കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ടി വി ന്യൂസ് കാണുമ്പോൾ സൈൻ ലാംഗ്വേജിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഹിയറിംഗ് ഇമ്പേർഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ സൈൻ ലാംഗ്വേജിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുറെ ഭയങ്കര സ്പീഡിലായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ. എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, സൈൻ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഹിയറിംഗ് ഇമ്പേർഷൻ മേ ബി ഡിഫറെന്റ് ഡിഗ്രി ഓഫ് ഗ്രാവിറ്റി, അതിന് ഡിഫറെന്റ് ഡിഗ്രി. ചിലർക്ക് ഒട്ടും കേൾക്കാൻ പറ്റില്ല, ചിലർക്ക് ഒരു ചെറുതായിട്ട് ഭയങ്കര ചെറുതായിട്ടൊന്നും കേൾക്കാൻ പറ്റും. ഹിയർ ദീസ് ചിൽഡ്രൻസ് റിക്വയർ ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്. ഈ കുട്ടികൾക്ക് പല ഡിഫറെന്റ് ലെവലായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത്. ചിലവർക്ക് ചിലപ്പോ ഒരു ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും, ചിലവർക്ക് എന്താണ്, അങ്ങനെയാണ്. ഹിയറിംഗ് ഡിസബിലിറ്റി അഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ചിൽഡ്രൻസ് ഇൻ ഡിഫറെന്റ് വേസ്. ആ കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് ചില ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ മൈൻഡ് പല രീതിയിലായിരിക്കും, ഡിഫറെന്റ് വേസിലായിരിക്കും. അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നല്ല ട്രെയിനിങ് ആണ്. അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് മനസ്സിലായിട്ട് തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് പല രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. സോ ദേ ആർ ഷുഡ് ബി ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, സ്പെഷ്യൽ ട്രെയിനിങ്സ് കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം നോർമലി ടേക്ക് പ്ലേസ് ഇൻ 3 ways. 3 വേസിലാണ് എന്ത് ചെയ്യണത് കുട്ടികളോട്, എന്ന് വെച്ചാൽ ഹിയറിംഗ് ഇമ്പേർഷൻ ആയിട്ടുള്ള കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആക്ഷൻസ്, മെയിനായിട്ട് ആക്ഷൻസ്. ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ സൈഡിലായിട്ടൊരു ആള് എന്ത് ചെയ്യണത്, ഹിയറിംഗ് ഇമ്പേർഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സൈൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പൊ ത്രൂ ആക്ഷൻസ്, ലിപ് റീഡിംഗ് ഉണ്ട്. കുറെ ആൾക്കാർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ അത് അവർ ലിപ് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കും. or healthy of combo of both of this രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ആക്ഷനും ലിപ് റീഡിങ്ങും കൂടെ ഒരുമിച്ചായിരിക്കും അവർ എന്ത് ചെയ്യണത്, മനസ്സിലാക്കണത്, കാര്യങ്ങൾ മനസ്സിലാക്കണത്. പിന്നെ സൈൻ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പേർഷൻ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് അറിയണത്. അതേപോലെ തന്നെ ഒരു ചെവിക്കൊക്കെ കേൾവി കുറവാണെങ്കിൽ അവർക്ക് എന്താണ് ഹിയറിംഗ് എയ്ഡ് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. എനിക്ക് വേറെ ആരെയും പരിചയമൊന്നുമില്ല, ഹിയറിംഗ് ഇമ്പേർഷൻ ആയിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് പരിചയമില്ല. പിന്നെ വയസ്സാവുമ്പോ അവർക്ക് എന്റെ കസിൻസിന് രണ്ടുപേർക്കും ചേച്ചിക്കും അനിയനും രണ്ടുപേർക്കും വർത്താനം പറയാൻ പറ്റില്ല, ചെവിയും കേൾക്കില്ല. അവര് ജനിച്ചപ്പോഴേ എങ്ങനെയായിരുന്നു. മൂത്ത ആൾക്ക് കുഴപ്പമില്ല, രണ്ടാമത്തെ മോള് അവള് ഉണ്ടായപ്പോഴും മൂന്നാമത്തെ മോൻ ഉണ്ടായപ്പോഴും രണ്ടുപേർക്കും സെയിം ആയിട്ട് ഒരേപോലെ വന്നു. പിന്നെ അവര് ആദ്യമൊക്കെ നമ്മളിങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ മനസ്സിലാക്കായിരുന്നു. പിന്നെ വലുതായപ്പോ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ അവർക്ക് ലിപ്പ് മൂവ്മെന്റ് നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും, അവരിങ്ങോട്ട് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ പറയുമ്പോ നമുക്കും ശരിക്കും മനസ്സിലാവും എന്താ പറയണേന്ന്. ഇപ്പൊ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു.
മോന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് അതിന്റെ സ്കൂളിലാണ് പഠിച്ചായിരുന്നത്. ഇപ്പൊ വലുതായപ്പോ സാധാ കോളേജിൽ തന്നെയാ പഠിക്കുന്നത്. മാം അതുപോലെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് തന്നെയാണ് സംഭവം ഉണ്ടായത്. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന അത്രയും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ടോൺസിലൈറ്റിസിന് ഒരു പ്രശ്നം വന്നു. അപ്പൊ അത് വന്നപ്പോ അങ്ങനെ ഡിഗ്രി എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയില്ല. എനിക്ക് മരുന്ന് കുടിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. ആന്റിബയോട്ടിക് അവർ തരിക. എനിക്ക് അപ്പൊ ഉണ്ടാകുമ്പോൾ വരുന്നത്. അപ്പൊ ആന്റിബയോട്ടിക് നമുക്ക് ക്ഷീണം വരും. അപ്പൊ ഞാനത് പോയി കാണിച്ചില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി 2 എക്സാം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് പോയി കാണിക്കാന്ന് വിചാരിച്ചു. ഈ ഉപ്പ് വെള്ളമൊക്കെ ആക്കി അങ്ങനെ തൊണ്ടയിൽ ഗാർഗിളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് വ്യത്യാസം ഉണ്ടായി. അപ്പൊ ആ പഴുപ്പ് എന്റെ ചെവിയിലോട്ട് കയറി. ആ പഴുപ്പ് ചെവിയിലോട്ട് കയറാൻ തുടങ്ങി. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. അപ്പോ പിന്നെ എന്റെ ആരെങ്കിലും വീട്ടിൽ നിന്നെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. പക്ഷെ ഞാനത് കേൾക്കില്ല. പക്ഷെ അവരുടെ വിചാരം ഞാൻ കേട്ടിട്ടും മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവര് കുറെ എന്നെ വഴക്കൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ അന്നേരം അബ്രോഡ് ആയിരുന്നു. ഞാൻ അങ്ങനെ എന്റെ മാമന്റെ വീട്ടിലാണ് നിന്നോണ്ടിരുന്നത്, എന്റെ അമ്മയുടെ വീട്ടില്. അപ്പൊ അമ്മമ്മ ഒരു ദിവസം വന്നിട്ട് നീ എന്താ ചെവി കേൾക്കുന്നില്ല എനിക്ക്. എന്നാലും ഞാൻ ചെറിയ നേര് ശബ്ദത്തിലാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഞാനില്ല, എന്താ പറഞ്ഞ, എന്തെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എത്ര സമയം വിളിക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തോടെ എന്നോട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് മാമി അത് എന്റെ മാമി പറഞ്ഞു നിനക്കെന്തോ പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പൊ അന്നേ ദിവസം എന്റെ കസിൻ വന്നിട്ട് പറഞ്ഞു ഇവക്ക് ഒരു പ്രശ്നമില്ല പറഞ്ഞിട്ട് എന്റെ ചെവിട്ടിലോട്ടൊന്ന് കൂക്കി. അപ്പൊ എനിക്ക് എന്തോ ഒരു സംഭവം, എനിക്ക് തീരെ ഭയങ്കര വേദനയും ഒന്നും തീരെ പറ്റുന്നില്ല. എനിക്ക് തലയുറ്റൽ പോലെയും വേദനയും അങ്ങനെയൊക്കെ വന്നു. എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു ഈ ടോൺസിലൈറ്റിസിന്റെ പഴുപ്പ് ചെവിട്ടിലോട്ട് കയറി 2 ചെവിട് അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് ഈ കൂക്കിയല്ലോ, അവൻ വന്ന് എന്റെ ചെവിട്ടിലോട്ട് കൂക്കിയപ്പോ അത് എന്തോ അതിനകത്ത് അതിന്റെ പാടൊക്കെ എന്തോ ഇത് തട്ടിയിട്ടുണ്ട്. അപ്പോ വേദന ഉണ്ടാവുന്ന പറഞ്ഞാൽ എനിക്ക് പെയിൻ കില്ലർ ഒക്കെ തന്നു. ഞാൻ മരുന്നൊക്കെ കുടിച്ചു. പക്ഷെ എന്നാലും എനിക്ക് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് എന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാണിക്കാൻ പോയി. അപ്പൊ അവര് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു ഇത്ര ശതമാനം മാത്രമേ, ഒരു ചെവിടിന് മാത്രമേ പ്രശ്നം തട്ടിയിട്ടുള്ളൂ, രണ്ടാമത്തെ ചെവിടിന് പഴുപ്പ് മാത്രമേ ഉള്ളൂ. അത് സാധാരണ കുറഞ്ഞോളൂ മരുന്ന് കുടിക്കുമ്പോൾ. പക്ഷെ ഇടത് ചെവി ലെഫ്റ്റ് ഇയറിന് ഇത്ര ശതമാനം മാത്രമേ ഇപ്പൊ കേൾവി ശക്തി ഉള്ളൂ പറഞ്ഞു. അവർക്ക് എന്തോ വെച്ച് അവര് ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു സാധനം മുട്ടി അതിത്ര കേൾക്കുന്നുണ്ടോ ഇങ്ങനെ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു ഇത്ര ശതമാനം മാത്രമേ ഉള്ളൂ, അത് ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഞാൻ ബാങ്ക് കോച്ചിങ്ങിനാണ് അന്നേരം പോയിക്കൊണ്ടിരുന്നത്. ബാങ്ക് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയം എന്റെ ചെവിട്ടിലോട്ട് വെള്ളം കയറിയപ്പോ പിന്നെ ആദ്യം ഈ പ്രശ്നം തന്നെ എനിക്ക് വന്നു തുടങ്ങി. ആദ്യം ഇങ്ങനെ തന്നെ വന്നു തുടങ്ങി. അപ്പൊ അവര് കാണിച്ചപ്പോ പറഞ്ഞു അത് ഇനി ചെവിട് പ്രോപ്പറായി ശ്രദ്ധിക്കണം. കാരണം അത് ഇനി ആ കേൾവി ശക്തി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി പിന്നെ തണുപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും, അല്ലെ തണുപ്പ് കാലങ്ങളിലൊക്കെ അത്രയും ശ്രദ്ധിക്കണം, ചെവിയൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ പ്രശ്നം ഇപ്പൊ എനിക്കുണ്ട് ഇപ്പോ. കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡ് കേൾക്കുന്നത് കുറവായിരിക്കും. അധികം കേൾക്കുന്ന റൈറ്റ് സൈഡ്. എനിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വിളിച്ചാൽ മാത്രമേ എന്നെ കേൾക്കൂ. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അസുഖം ഉണ്ടായി അപ്പടെ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണം. ഇല്ല അത് എന്തേലും അത് അവര് ഡോക്ടർ പറഞ്ഞതും ചെയ്താ. ഇപ്പൊ ഇത് ഇയറിലോട്ട് ബാധിച്ചു, കുറച്ച് കഴിയുമ്പോൾ അത് ബ്രെയിനിലോട്ടായിരുന്നു ആ പഴുപ്പ് ബാധിക്കുക. അത് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ വിഷമം. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം അതായത് നമ്മുടെ ശരീരത്തിൽ തലയുടെ ആ ഭാഗത്ത് കണ്ടാൽ പെട്ടെന്ന് പോയി കാണിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. ഞങ്ങള് ഹോം റെഡീസ് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് നടക്കില്ല. എന്റെ മോക്കും ഇപ്പൊ ഇതേ പ്രശ്നമാണ്, ടോൺസിലൈറ്റിസ് തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ അപ്പൊ എപ്പോഴാണ് നമുക്ക് പെയിന് വരുന്നതാണ് ഞാൻ അപ്പൊ കൊണ്ടുപോയി കാണിക്കും. എനിക്ക് അത്രയും പേടി ആ കാര്യത്തില്. ഇനി വേറെ മാം എന്റെ ഹസ്ബൻഡിന് ചെറുപ്പത്തിൽ ഇതേപോലെ ചെവിന്ന് പഴുപ്പൊക്കെ പോലെ ഇങ്ങനെ വെള്ളമൊക്കെ വരുമായിരുന്നു. അപ്പൊ അത് അന്നാളില് വലിയ നമ്മളെ നാട്ടിലെ മരുന്നൊക്കെ കൊടുത്ത് മാറ്റി, വലിയ ഡോക്ടറൊന്നും കാണിച്ചില്ല. പക്ഷെ വലുതായപ്പോ ഇതേപോലെ ഹിയറിങ്ങിന് നല്ല പ്രശ്നമുണ്ട്. ഇപ്പൊ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുള്ള ഇത് ചെയ്യണം. അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ അതും പറയാനുണ്ടോ? മാം പറഞ്ഞോ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് ഇതേപോലെ ചെവിയും കേൾക്കത്തില്ല, അവൻ സംസാരിക്കത്തൂലായിരുന്നു. അതുപോലെ തന്നെ അവൻ പഠിക്കാനും പുറകോട്ടായിരുന്നു.
ചിലപ്പോ കേൾക്കാത്തോണ്ടായിരിക്കും. കാരണം നമ്മള് കാണുകയും കേൾക്കുകയും അപ്പൊ കേട്ടുന്ന സ്റ്റോർ ചെയ്യണല്ലോ നമ്മൾ കാര്യങ്ങള് ബ്രെയിനിലേക്ക് നേരെ സ്റ്റോർ ചെയ്യണം. അപ്പൊ കുട്ടി ചിലപ്പോ കേൾക്കാത്തതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആവാണ്ട് അങ്ങനെ ഇരിക്കും. എന്റെ സിസ്റ്റർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് മാം. കാരണം കുഞ്ഞുനാളിൽ അവൾക്ക് ചെവിക്കാണ് പ്രോബ്ലം എന്നുള്ളത് പാരന്റ്സിന് അറിയണ്ടായിരുന്നില്ല. അവള് സംസാരിക്കത്തില്ല. അപ്പൊ അവള് സംസാരിക്കാത്ത കൊച്ചാണെന്ന് കരുതി അങ്ങനെ എല്ലാവരും വിട്ടു. കാരണം കൊച്ചിന് ചെവിക്കായിരുന്നു പ്രോബ്ലം. അങ്ങനെ അവളൊരു സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ ടീച്ചേഴ്സും ആ ഒരു കൺസിഡറേഷൻ അവൾക്ക് കൊടുത്തു. അവൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ടീച്ചേഴ്സും കൊച്ചിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കൊച്ചാണ്, കുട്ടി സംസാരിക്കാത്ത കൊച്ചാണെന്ന് കരുതി വിട്ടു. അങ്ങനെ ഒരു 4th മറ്റോ എത്തിയപ്പോഴാണ് കൊച്ചിന് നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കാണിക്കുന്നത്. അവര് കാണിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ കൊച്ചിന് സംസാരിക്കുന്നതിൽ എല്ലാ പ്രോബ്ലം, കൊച്ചിന് ചെവി കേൾക്കത്തില്ല, അതുകൊണ്ടാണ് കൊച്ചു സംസാരിക്കാത്തതെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. അങ്ങനെ ഈ കൊച്ചിന് പിന്നെ നമ്മള് ചെവിയില് ഹിയറിങ്ങിന്റെ ഇതൊക്കെ വെച്ച് അങ്ങനെ അവൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പത്തെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പിള്ളേരിൽ അത് വെക്കുമ്പോ അവർക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കറക്റ്റ് ആവും. പക്ഷെ ഇത് കുറച്ച് ഏജ് ആയിട്ട് നമ്മൾ പിള്ളേർക്ക് വെക്കുമ്പോ അവർക്ക് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം വരും, അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പിന്നെ അവർ ഭയങ്കര ലൗഡായിട്ടായിരിക്കും സംസാരിക്കുക, അവർ കേൾക്കത്തില്ലല്ലോ. അപ്പൊ അവര് ഇത് വെക്കുമ്പോ ഭയങ്കര ഉറക്കെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പോ എന്റെ അനിയന്റെ വൈഫാണ് കേട്ടോ പുള്ളിക്കാരി. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയോട് നമുക്ക് സംസാരിക്കുമ്പോ ഓക്കെ, നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ട്. പക്ഷെ പുറമേന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവത്തില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ സ്കൂളിലെ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു ബേബി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെവിക്കോ കണ്ണിനോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ഫുൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബേബിനെ നമുക്ക് തരത്തുള്ളൂ. പക്ഷെ ഇപ്പൊ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയി കാര്യങ്ങളൊക്കെ. ഇപ്പൊ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ നമ്മള് പിള്ളേരെ കണ്ണിന്റെ ഒക്കെ പ്രോബ്ലം പെട്ടെന്ന് കണ്ടുപിടിക്കുക. പിള്ളേർ ഭയങ്കര അടുത്ത് വെച്ച് ബുക്കുകളൊക്കെ വായിക്കാൻ നോക്കും. അവർക്ക് ലോങ് ഡിസ്റ്റൻസ് തീരെ പറ്റത്തില്ല. അവര് ബുക്കൊക്കെ ഭയങ്കര അടുത്ത് വെച്ചിട്ട് ഭയങ്കര സ്ട്രെയിൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒക്കെ പിള്ളേരെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡോക്ടറെ കാണിക്കാൻ പാരന്റ്സിനോട് പറയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു KG സെക്ഷൻ മുതലുള്ള പിള്ളേർക്ക് കണ്ണിന്റെ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് സ്കൂളിൽ തന്നെ. വന്നിട്ട് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉള്ള പിള്ളേരനാണെങ്കിൽ ഒന്നും കൂടെ ഒരു ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടുന്ന ഒരു കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കണ്ണിന് എന്താ പറയാ, കണ്ണിന് ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞോണ്ടാ. കണ്ണിന്റെ കാഴ്ചക്ക് അല്ല, ഹെൽത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യം. മാം നന്നായി ഇലക്കറികൾ കഴിക്കണം. ശരിയാണ്. ചീരയൊക്കെ നന്നായിട്ട്, മുരിങ്ങയില, അതുപോലത്തെ നല്ല അയൺ അതിലെ കുറെ അയൺ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നന്നായി ഇലക്കറികൾ കഴിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കക്കിരിക്ക കൊണ്ട് ഒന്ന്, അതായത് റൗണ്ടിൽ മുറിച്ച് ഫേഷ്യലും ചെയ്യുന്നത് പോലെ കണ്ണിങ്ങനെ തണുപ്പിക്കാൻ വെക്കാം. നല്ലതാണത് നമുക്ക് പിന്നെ ഈ എന്താ പറയാ, ഇപ്പോഴൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഈ പനിനീരില്ലേ, പനിനീര് ഉറ്റിച്ച്, പണ്ടൊക്കെ അത് നല്ല ഇതായിട്ട് കിട്ടുമായിരുന്നു. അത് ഉറ്റിച്ച് ഇതാക്കാം. പിന്നെ പണ്ട് ഈ ഫീഡിങ്, അതായത് മുലപ്പാൽ ഉറ്റിച്ചിട്ട് കണ്ണിൽ ഇത് ക്ലീൻ ആക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആരടുത്ത് ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് കണ്ണിനുള്ള പ്രശ്നങ്ങളൊക്കെ പോയി കിട്ടുന്ന പറയുന്നത്. പിന്നെ അധികം പിന്നെ പറഞ്ഞോ. മിസ്സേ, നമ്മള് കുറെ നേരം കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവര് കുറെ നേരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകാനായിട്ട് പറയും, നന്നായിട്ട്. പിന്നെ അതേപോലെ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവര് മരുന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നല്ല പ്ലെയിൻ വാട്ടർ ആയിരിക്കണം, തണുപ്പുണ്ടായിരിക്കണം. ഫ്രിഡ്ജ് വെച്ചതല്ല, അല്ലാതെ തന്നെ നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ഇച്ചിരിയും കൂടി ഒരു തണുപ്പുള്ള അതിന് കണ്ണ് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് പറയും. കണ്ണിന് കുറച്ചുകൂടി ആ ഒരു കണ്ണിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയും. ഇൻ കേസ് കണ്ണിൽ എന്തെങ്കിലും വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ നല്ലൊരു കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് വേണം നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തിൽ നമ്മൾ ബുക്കൊക്കെ വായിക്കുമല്ലോ, അത് നമ്മൾ നല്ല ലൈറ്റ് തീരെ ഇല്ലാത്ത കടയിൽ ഭയങ്കര സ്ട്രെസ് കൊടുത്തുകൊണ്ട് നമ്മൾ ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ണിന് ബുദ്ധിമുട്ടായിട്ട് മാറും. അതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലൊന്നും ഇരുന്ന് ബുക്ക് വായിക്കാതൊക്കെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ
ഇനൊന്നുമില്ലേ ടിവിയുടെ യൂസേജ് കുറയ്ക്കണം. ടി വി ഒന്ന് അടുത്ത് പോയിരുന്ന് പിള്ളേരോട് കാണാതിരുന്ന് പറയണം. അതേപോലെ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയണം. ഈ ഫോണും ടി വി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് എന്ത് കാഴ്ചയുടെ ഡിസബിലിറ്റി വരാനുണ്ട്, ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും നമ്മ പാരന്റ്സ് ആണ് എന്താണ് അവർക്ക് ഒരു കാരണവശാലും ഫോണും ടി വിയും അധികം സമയം ഇരുത്തരുത്. വേറെ എന്തെങ്കിലും കളിച്ചോളാൻ പറയാം. ഫോണും വേണ്ട ടി വിയും വേണ്ട, വേറെ എന്തെങ്കിലും കളിച്ചോ. ടി വി ഒക്കെ ഒരു ടൈം കൊടുക്കും, 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ അവർക്ക് പറ്റുള്ള ടൈമിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യുക, ടി വി ഒക്കെ കൊടുക്കുക, കാണാൻ കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത് പോയിരുന്ന ചില പിള്ളേർ കണ്ടിട്ടുണ്ട് ടി വി വെച്ചിട്ട് അതിന്റെ അടിയിൽ പോയിരുന്ന് കാണും. അങ്ങനെ ഒരിക്കലും കാണരുത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത്ര ഡിസ്റ്റൻസിൽ പോയിരുന്ന് വേണം ടി വി കാണാനായിട്ടെന്ന് ചെറുപ്പത്തിലേ അവരെ ശീലിപ്പിക്കണം. എന്നാൽ മാത്രമേ അവര് എന്തുള്ളത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. അതേപോലെ പിന്നെ സ്കിൻ്റെ ഒക്കെ വരില്ലേ മിസ്സേ? സ്കിൻ്റെ ഒക്കെ വരുമ്പോ ചെറുപ്പത്തിലെ ശ്രദ്ധിക്കണം. എന്താണ് അതിന് എക്സസൈസ് ഒക്കെ ഈ കോങ്ങണ്ണൊക്കെ വരില്ലേ? അത് ശ്രദ്ധിക്കണം. ചില പിള്ളേർ ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നോട് പറയാം, ഒരു കൊച്ച് എന്നെ നോക്കണത് എനിക്ക് അങ്ങോട്ട് നോക്കണേട്ടാ തോന്നുന്നത്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. പക്ഷെ അത് നോട്ടം എന്ന് വെച്ചാൽ ഇപ്പഴത്തെ സൈഡിലേക്ക് നോക്കണേ. പക്ഷെ ഞാൻ എന്താ പറയുമ്പോൾ കണ്ണി നോക്കി പറയടാന്ന് പറയുമ്പോ അവർ ആ സൈഡിലേക്ക് നോക്കിയാ പറയണത്. അത് കോങ്കണ്ണാണ്. ചെറിയ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയൊക്കെ കാണിക്കില്ല. അപ്പൊ അവർ നമ്മൾ എന്ത് ചെയ്യാ പറഞ്ഞു മനസ്സിലാക്കാം, മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് ശരിയല്ല, ഭാവിയിൽ നിങ്ങൾക്ക് കോങ്കണ്ണൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് നമ്മ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അടുത്തത് പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കുട്ടി അമിതമായിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് കണ്ണിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ അടക്കുക തുറക്കുക ചിമ്മിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പെടക്കൂലേ ചെയ്തോണ്ടിരിക്കും. ബ്ലിങ്ക് ചെയ്യണത് എനിക്ക് പരിചയമുണ്ട് കുട്ടി. അവളിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരുന്നാവും. പിന്നെ അത് അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം എന്ത് തുള്ളി മരുന്നൊക്കെ ഒഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ആൾക്ക് കുറച്ചു നേരം ഒരു സ്ഥലത്തേക്ക് തന്നെ കുറച്ചു നേരം തുറച്ചൊക്കെ നോക്കി നിൽക്കാൻ പറയും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണ്ടെന്ന് പറയാനൊക്കെ ആയിട്ട്. പിന്നെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ മാറിയിട്ട് ആള് എത്രയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കണം. നമുക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ആ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും കണ്ട് ചിമ്മിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചിമ്മണേ, ഓട്ടോമാറ്റിക് അവിടെ ഉദ്ദേശിച്ചിട്ട് ചിമ്മണല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോണതാണ്. ഇനി വേറെ കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടി പിള്ളേർക്കൊന്നും എന്താ പറയുക, കണ്ണിൽ നമ്മൾ കുഞ്ഞുനാളിലൊന്നും കണ്ണിലിന്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു 10 വയസ്സുള്ള കൊച്ചിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങളുടെ കണ്ണിന് ചുറ്റും ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പൊ ഒരു മൊബൈലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഇന്നിപ്പോ ഒരു പീഡിയാട്രിഷ്യൻ എടുത്തൊക്കെ ഒരു കൊച്ചിനെ കൊണ്ടുവച്ചാൽ ആ മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ഫസ്റ്റ് ആ ഡോക്ടർ നമ്മളോട് പറയും. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, കണ്ണിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ പിള്ളേരെ. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കണ്ണിന് ഇത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫോൺ കുട്ടികളുടെ അടുത്ത് മാക്സിമം മാറ്റി വെക്കാൻ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ എ കഴിക്കുക, കൂടുതലായിട്ട് ക്യാരറ്റ് കഴിക്കുക. ക്യാരറ്റ് നല്ലതാണ്. അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ജ്യൂസ് അടിച്ചു കൊടുക്കാം. അല്ല എങ്ങനെയെങ്കിലും പച്ചക്കായാലും ക്യാരറ്റ് കഴിച്ചാൽ മതി. അപ്പൊ അവർക്ക് എങ്ങനെ ഇഷ്ടമാവണം അതേപോലെ നമ്മൾ ക്യാരറ്റ് കഴിപ്പിക്കാൻ ശ്രമിക്കുക. അവരോട് പറയാ, കുട്ടികളോടൊക്കെ പറയാം ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്, കാഴ്ചക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി നമ്മളെ ശരീരത്തില് ചൂട് അധികമാവണ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാം. കൂളായിട്ടിരിക്കുക. അപ്പൊ കൂളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവല്ലോ, ഈ മൈദ, ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊന്നും കുട്ടികൾക്ക് അധികം കൊടുക്കാതിരിക്കുക. അതൊക്കെ കണ്ണില് റിഫ്ലക്ട് ചെയ്യും. കണ്ണിങ്ങനെ ചുമന്നിരിക്കും. എന്റെ മോൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഡോക്ടർ പറഞ്ഞത് ചെറിയ പ്രായമാണ്, അങ്ങനെ മരുന്നൊന്നുമില്ല, എന്താ തണവുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ, ചെറുപഴം, കുക്കുംബർ അങ്ങനെയുള്ള അതൊക്കെ. പിന്നെ എണ്ണ നന്നായി തലയിൽ തേച്ച് കൊടുക്കാനൊക്കെ പറയും. പറയാൻ പറ്റേട്ടാ. ഓക്കെ, പിന്നെ മിസ്സേ ഈ സുറുമ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയും, കണ്ണൊക്കെ ക്ലീൻ ചെയ്യാൻ. സുറുമ അങ്ങനെ കേട്ടിട്ടുണ്ട് പറയണത്. ഓക്കെ, ശ്രുതി നീ പറയാൻ വന്നയാള്. നല്ല മിസ്സേ. ഓക്കേടാ, മ്യൂട്ട് ഓൺ ആയപ്പോ ഞാൻ ഓഫ് ചെയ്ത് എന്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക്, അതുകൊണ്ടാണ്. സോറി.
അപ്പൊ കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് ചെവിയുടെ കേൾവി. ചെവിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ലൗഡ് ആയിട്ടുള്ള വോയിസ് കേൾക്കാൻ പാടില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താ ഞാൻ പറയുന്നത്. ഒരുപാട് ലൗഡ് ആയിട്ടുള്ള വോയിസ് കേൾക്കരുത്. സ്പീക്കറിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഇരിക്കരുത്. കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും ചെവി കൂടെ കയറി പോകുന്നത്. എന്നാൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതേപോലെ ഈ ബഡ്സിൽ ഒരു കാരണവശാലും പിള്ളേർക്ക് ബഡ്സ് കൊടുക്കരുത്. ബഡ്സ് ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവർ അറിയാണ്ട് തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഇയർ ഡ്രം, അങ്ങനത്തെ ആ ഒരു പാടുണ്ട്, അതിലൊക്കെ ചെന്ന് അതൊക്കെ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാഴ്ച എന്താ പറയാ കേൾവി ശക്തി കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും ബഡ്സ് എന്ത് ചെയ്യരുത്, പിള്ളേരുടെ കയ്യിൽ കൊടുക്കരുത്. ബഡ്സ് ഇട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ചെവി ഓട്ടോമാറ്റിക്കലി അത് ക്ലീൻ ചെയ്തോളൂ. പിന്നെ ഇനി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പുറത്ത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിലോട്ട് ഒന്നും അതിലിട്ട് ക്ലീൻ ചെയ്യണ്ട. ആ വാക്സ് ഒക്കെ ഉള്ളത് നമ്മുടെ ചെവിക്ക് നല്ലതാണ്. കാരണം അതിലേക്ക് ഡസ്റ്റ് അതേപോലത്തെ കാര്യങ്ങളൊന്നും കയറാതിരിക്കാനാണ് ആ വാക്സ് ഉള്ളത്. അപ്പൊ എനിക്കറിയാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് നിങ്ങൾ പറയട്ടോ. ഹെഡ്സെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചെവിയില് ഇതുണ്ടാവും. അത് ഞാൻ കേട്ടു. ഹെഡ്സെറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് കേൾവി ശക്തി കുറയുന്നുണ്ടെന്ന് പഠിച്ച പഠനങ്ങൾ പറയുന്നുണ്ട് പുതിയത്. അതേപോലെ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദോഷകരമാണെന്ന് ഇപ്പൊ പറയുന്നുണ്ട് പഠനങ്ങൾ. അടുത്തത് പിന്നെ ചെവിയില് ബഡ്സ് മാത്രല്ല, ചിലര് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണ പണ്ടത്തെ ആൾക്കാരൊക്കെ തൂവല്, അപ്പൊ അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല. ശരി, അങ്ങനത്തൊന്നും ചെയ്യരുത്. കുട്ടികളുടെ കയ്യിൽ ബഡ്സ് ഒന്നും നമ്മളെ കാണിച്ചു കൊടുക്കണത്. എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ഒരു കാരണവശാലും കുട്ടികളുടെ മുമ്പിൽ നിന്ന് ബഡ്സ് ഒന്നും ക്ലീൻ ചെയ്യണ്ട. അപ്പൊ അത് അവർ കാണില്ലല്ലോ. അപ്പൊ അവർക്ക് അത് ഇതുണ്ടാവില്ല, അവർ ചെയ്യൂല. ബഡ്സ് പിന്നെ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ചെവി വേദനയൊക്കെ വരുമ്പോ വീട്ടിലെ പഴയ ആൾക്കാര് പണ്ട് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കരുത്. ഡോക്ടറെ കാണിക്കുന്ന ചെയ്യാം. ചിലർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ചെവിയിൽ എന്തെങ്കിലും പോയതാണ് അത് പൂക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാ, ഹോസ്പിറ്റലിൽ കാണിക്കുക. അവരുടെ അതിനുള്ള ടെക്നിക്സ് ഉണ്ട്. എന്താണ് ഇപ്പൊ ഇത് കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂൾസ് ഒക്കെ ഇപ്പൊ ഉണ്ട്. ഇനി വേറെ അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെവി നല്ലപോലെ കവർ ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം പല കുട്ടികൾക്കും ഈ വിൻഡോ സീറ്റിൽ അടുത്ത് അങ്ങനെ ഇരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ തൊപ്പിയിടാൻ പല കുട്ടികളും മടി കാണിക്കുകയും ചെയ്യും. പക്ഷെ ശക്തിയായിട്ട് ഈ കാറ്റ് നമുക്ക് ചെവിയിൽ അടിക്കുന്ന സമയത്ത് ആ കർണപടത്തിൽ ഹോള് വീഴാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലും നമ്മുടെ ചെവിക്ക് ഭയങ്കര ദോഷമുണ്ടാക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറേ മണിക്കൂറുകൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റിങ്ങനെ തട്ടിക്കൊണ്ടിരും. അപ്പോൾ അങ്ങനെ തൊപ്പി നന്നായിട്ട് നമ്മൾ ചെവി കവർ ചെയ്യുന്ന രീതിയിൽ തൊപ്പി കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ എന്തെങ്കിലും നന്നായിട്ട് കവർ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ കുട്ടികൾക്ക് മെയിൻ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ട്രാവൽ ചെയ്യുമ്പം ഈ പെട്ടെന്ന് തുമ്മല് ജലദോഷമൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ അതും കുറച്ച് നമുക്ക് ഒഴിഞ്ഞു കിട്ടും. എനിക്കും ജലദോഷവും ചുമയും ഭയങ്കരമായിട്ട് വരുമ്പോ ഞാൻ രാത്രി കിടക്കുമ്പോ ഭയങ്കര കാറ്റായിരിക്കും. മഴയുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ ഞാൻ ചെവി നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. കാരണം ചെവി കൂടെ കാറ്റടിച്ചിട്ട് വീണ്ടും വയ്യാഴിക വരണമെങ്കിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വയ്യാഴി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റേ ഇതുണ്ട്, എന്താ കൊടൈക്കനാലിൽ പോയി വന്നപ്പോ ഇങ്ങനത്തെ ഒരു ചെവിയിൽ വെക്കുന്ന സാധനം കൊച്ചില്ല, അത് വെച്ചിട്ടാ കിടക്കുന്നത്. അപ്പൊ ഈ കാറ്റടി കൊണ്ടു കഴിഞ്ഞാൽ ചുമയും ജലദോഷമൊക്കെ ഭയങ്കരമായിട്ട് കൂടും. നമുക്ക് ശ്വാസം കിട്ടാത്ത പോലത്തേക്ക് ഒരു അവസ്ഥ വരും. ചെവി എപ്പോഴും കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാനാണ്. അപ്പൊ നിങ്ങൾ നോക്കാട്ടാ, പനിയൊക്കെ വരുമ്പോ ഭയങ്കര കഫക്കെട്ടും ജലദോഷമൊക്കെ ചുമയൊക്കെ ആണെങ്കിൽ ചെവി നന്നായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് നോക്കാം. കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു പ്രത്യേക ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മാം, ഈ ചെവി വേദന വരുമ്പോഴേ ഇപ്പൊ നമ്മളായാലും അത് കുട്ടികളെ വേദന എന്ന് പറയുമ്പോ നമ്മള് ചിലപ്പോ ചെവി വേദനയുടെ ഡ്രോപ്സ് നമ്മൾ സ്വയമായിട്ട് നമ്മൾ തന്നെ ഒഴിച്ചു കൊടുക്കാതെ എന്തിനാണെന്ന് നമുക്ക് അറിയൂല, നമ്മള് മേടിച്ച് വാക്സിൻ്റെ ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഡോക്ടർമാര് പറയണത്. എന്ത് തന്നെ ചെവി വേദന എന്തായാലും അത് ഡോക്ടറെ കാണിച്ചിട്ടേ അങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അങ്ങനെ മദറിലോ അതുപോലെ ചെവി വേദന കുട്ടിക്ക് പറഞ്ഞപ്പം അവരന്ന് പണ്ട് ഈ മുളകുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചൂടാക്കിയിട്ട്, അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യണുണ്ട്. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ശരിക്ക് ഡോക്ടേഴ്സിന് അടുത്ത് പറയാൻ തന്നെ പറ്റില്ല. അതൊക്കെ ശരിക്കും മണ്ടത്തരാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള അവര് പറയണത് അങ്ങനെ കേൾക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് കുട്ടിക്ക് ഇതുപോലെ രാത്രി ഒരു 9 മണി 10 മണിക്കാണ് ചെവി വേദന ഉണ്ടായത്.
അപ്പൊ അടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു ഒരു തരത്തിലും ഒരു ഡ്രോപ്സ് പോലും വേറൊരു തരത്തിലുള്ളത് കുട്ടികൾക്ക് ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അവര്. അപ്പൊ പരമാവധി ഡോക്ടറെ കണ്ടിട്ട് മാത്രം ഡ്രോപ്സ് ആണെങ്കിൽ പോലും ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അതുപോലെ delivery ഒരു കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിടന്നിട്ട് പാല് കൊടുക്കരുത്. ഒരു പ്രാവശ്യം ചെവി വേദന വന്നിട്ട് നമുക്ക് മരുന്ന് കിട്ടില്ലോ, അത് കഴിഞ്ഞ് അത് എടുത്തു വെച്ചിട്ട് പിന്നീട് വരുമ്പോഴും അതേപോലെ തന്നെ അത് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആ മരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അത് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞു കേട്ടോ മിസ്സേ, കിടന്ന് പാല് കൊടുത്താൽ കുഞ്ഞു മക്കൾക്ക് ചെവി വേദന വേഗം വരും. എന്താണ്? കിടന്ന് പാല് കൊടുക്കൂലേ പ്രസവിച്ച കുട്ടികൾക്ക്, അപ്പൊ ചെവി വേദന വരും. കിടക്കും, അപ്പൊ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് ചെവി വേദന, അതല്ലേ? അതെ, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേട്ടോ ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആണ് പറയുന്നത് കേട്ടോ. There are children with various types of physical handicaps. ചില കുട്ടികൾക്ക് ഫിസിക്കലായിട്ട് പല ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. Some of the physical abnormality are conditioned or the result of fatable disease. These can also occur due to nutritional deficiency or accidents. അപ്പൊ ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ചിലപ്പോ ചിലർ അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് തളർച്ച, അല്ലെങ്കിൽ ഇപ്പൊ അരക്കി ഇപ്പോൾ തളർന്നു പോവുക, അങ്ങനെ ഒരു അവസ്ഥ വരാം. അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലെ ന്യൂട്രീഷ്യൻസിന്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് വരും. These types of disability affect different parts of the body. ഇങ്ങനത്തെ ഡിസബിലിറ്റി നമ്മുടെ ബോഡിയുടെ പല പാർട്സിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. So they affect the normal life of an individual. അപ്പൊ അങ്ങനത്തെ ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്പോർട്സിൽ പെർഫോം ചെയ്ത കുട്ടിയാണെങ്കിൽ അങ്ങനെ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. So they affect the normal life of the individual. What they accept from the society is sympathetic and helpful and supporting response. അപ്പൊ അവര് സൊസൈറ്റിയിൽ നിന്ന് വിചാരിക്കുന്നത് കിട്ടണ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സിമ്പിൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് പ്രതീക്ഷിക്കുന്നത്. Teachers and the whole system of education have to greet their mental state and accept the essential step for റെസ്പോണ്ടിങ് ടു ദെയർ നീഡ്സ് ഫേവറബിൾ. അപ്പൊ ടീച്ചേഴ്സും അവരുടെ കുട്ടികളും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. All the children with physical deformities or handicap do not require the same type of compensatory treatment. അപ്പൊ കോമ്പൻസേറ്ററി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല ചില ആൾക്കാർക്ക് ചെയ്യുന്നത്. കാരണം ചിലപ്പോ അവർക്ക് അരക്കി കീഴ്പോട്ട് തളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ കഴിവുണ്ടാവും. അപ്പൊ അവർക്ക് എങ്ങനെയാണോ ക്ലാസ്സിലേക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇത് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്, ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചായിരിക്കും അവർ ചേഞ്ച്. ഇപ്പൊ ഒരാൾക്ക് എന്താ പറയാ റൈറ്റ് ഹാൻഡിലാണെന്ന് വിചാരിക്കേ, അപ്പൊ അവരെ എഴുതാനൊക്കെ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ സെറ്റാക്കി എഴുതുന്നത്, അതൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാം. ആ സ്റ്റേജിൽ തന്നെ അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കണേ, അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ സ്റ്റെപ്പുകളായിരുന്നു. സാധാരണ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ 4 സ്റ്റെപ്പ് കയറിയിട്ടാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ജൂണൊക്കെ ആ ഒരു സമയത്താണ്. അപ്പൊ പെട്ടെന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിട്ട് പിന്നെ സ്ലോപ്പ് പോലെ ഒരു സംഭവം എന്ത് ചെയ്യണം, സ്ലോപ്പ് പോലെ ഒരു സ്റ്റെപ്പ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സ്ലോപ്പ് പോലെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറുന്ന രീതിയിൽ സ്ലോപ്പ് പോലെ പണിയാണ്. ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും സ്ലോപ്പ് അതുണ്ടാക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഒരു കമ്പിക്കുന്നത് അതിൽ കൂടെ കിഴികിയൊക്കെ കളിച്ചിട്ടാ. ഞങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കുട്ടി, ഒരു കുറച്ച് പൊക്കൊക്കെ കുറഞ്ഞൊരു കുട്ടി, ആ കുട്ടിക്ക് എന്താണ് അരക്ക് കീഴ്പോട്ട് തളർന്നു നിൽക്കുന്നത്, എന്തോ നീനൂന്നാ അങ്ങനെ എന്തോ ആ കൊച്ചിന്റെ പേര്, അരക്ക് കീഴ്പോട്ട് തളർന്നു നിൽക്കുന്നത്. ആ കൊച്ച് 7ാം ക്ലാസ്സിലേക്ക് വന്നു. നമ്മുടെ സ്കൂളിലേക്ക് 7ാം ക്ലാസ്, ഞങ്ങളുടെ സ്കൂളിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനൊരു ഇത് അങ്ങനൊരു എന്താ പറയാ ഒരു ഫെസിലിറ്റി അവർ പണിതത്. പക്ഷെ സ്ലോപ്പ് പോലെ അവർക്ക് വണ്ടി ഉന്തി കയറ്റാൻ പറ്റുന്ന രീതിയിൽ, വീൽ ചെയർ ആയിരുന്നു, അത് ഉന്തി കയറ്റാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പണിതിരിക്കുന്നു. അത് PTA ഫണ്ട് എടുത്തിട്ട്, ഗവൺമെന്റ് സ്കൂളായിരുന്നു എന്നാൽ PTA ഫണ്ട് എടുത്താണ് അത് പണിതത്. വേറെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും പൈസ വാങ്ങിച്ചില്ല. PTA ഫണ്ടിൽ നിന്ന് എടുത്ത് അതാണ് പണിത്. കാരണം
അങ്ങനത്തെ കുട്ടികൾക്ക് സപ്പോർട്ട്, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതേപോലെ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. എന്നെ പറഞ്ഞില്ല, ആ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് ടു വരെ ഞാൻ സ്കൂളിൽ തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നെ അതേപോലെ ഈ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ രാഹുൽ എന്നാണ് പേര്. അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞു പിള്ളേരെ പോലെയാണ്. ഭയങ്കരമായിട്ട് കളിക്കാനൊക്കെ ഓടി കളിക്കും. ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചേട്ടന്റെ പ്രായം ഉണ്ടെങ്കിലും ചെറിയ പിള്ളേരുടെ ഒപ്പം ഓടി കളിക്കാനൊക്കെ പോകും. അങ്ങനെ കേട്ടോ. അപ്പം ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം കുട്ടികളില്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവസ്ഥ കേട്ടോ. നിങ്ങൾക്കും അതേപോലത്തെ ഓരോ അവസ്ഥകൾ പറയാം. പ്രീമെച്യൂർ ആയിട്ടാണ് ഒരു ബേബിയെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ ബേബിക്ക് ചിലപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസബിലിറ്റീസ് വരാന് ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും ക്യാച്ച് ചെയ്യാനും കുറച്ച് സമയം എടുക്കും, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാക്സിനേഷൻ കിട്ടിയിട്ടില്ലെങ്കിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കറക്റ്റ് വാക്സിനേഷൻ ഒക്കെ എടുത്തില്ലെങ്കിലേ. വാക്സിൻസ് കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിലോ? മാം, എന്റെ ചേച്ചിയുടെ മോൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചെറിയ കൊച്ചായിരുന്നു. ചേച്ചി പ്രഗ്നന്റ് ആയപ്പോ ആള് പുറത്തുണ്ടായിരുന്നത്, പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ 7 മന്തിൽ വന്നപ്പോഴാണ് കൊച്ചിന് ഹാർട്ടിൽ ഓട്ടയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് തന്നെ. നമ്മൾ 7ാം മാസത്ത് സിസേറിയൻ ചെയ്ത് എടുക്കുകയോ ചെയ്ത കൊച്ചിനെ. അതിനുശേഷം കൊച്ച് ഒരു 3-4 മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്സിജൻ ഒക്കെ വലിച്ച് ആക്റ്റീവ് ആയിരുന്നു മോള്. പക്ഷെ പെട്ടെന്ന് മരിച്ചുപോയി. മിസ്സേ, പിന്നെ എനിക്ക് എന്റെ ബ്രദർ 7ാം മാസത്തിലാണ് ഉണ്ടായത്. അപ്പൊ ഉണ്ടായപ്പോ തന്നെ നമ്മൾ അറിഞ്ഞില്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആള് ഒരു 2ാം ക്ലാസ്സിൽ എപ്പോഴും പനി ഛർദി ഇങ്ങനെ വരും, നമ്മൾ മരുന്ന് കൊടുക്കും. അപ്പം ഒരു 2ാം ക്ലാസ്സിലായപ്പോഴാണ് നമ്മൾ അറിയണേ ഇവന്റെ കിഡ്നിക്ക് 2 കിഡ്നി സാധാരണ നമ്മുടെ വരുന്ന ഒരു കിഡ്നിക്ക് തന്നെ റൈറ്റും ലെഫ്റ്റും വരുമ്പോൾ തന്നെ ഒരു പൂർണ്ണ വളർച്ചയുണ്ട്. അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ അവന് 23 വയസ്സായി. 23ാമത്തെ വയസ്സിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വന്നു. നമ്മളപ്പോ അത് കുഞ്ഞിലെ തന്നെ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞില്ലായിരുന്നു. അന്നത്തെ സ്കാനിങ് ഒന്നും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇവന്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമില്. അപ്പൊ അതൊന്നും കറക്റ്റ് ആകാതെ കൊച്ചിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന വീട്ടില് ഹസ്ബൻഡിന്റെ ചേട്ടന്റെ കൊച്ച് ക്ലെഫ്റ്റ് ആൻഡ് പാലറ്റ് ആയിട്ട് ഉണ്ടായേക്കണേ, മുച്ചിറിയായിട്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവനിപ്പോ സംസാരിക്കുമ്പോഴും നമ്മുടെ എറണാകുളം ആശ്രം യൂണിവേഴ്സിറ്റിയിലാണ് ട്രീറ്റ്മെന്റ് ഫുള്ള് ചെയ്തത്. അപ്പം ജസ്റ്റ് ചുണ്ടെല്ലാം കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചെങ്കിലും സംസാരം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അതിന് ഇനി വേറെ ഓപ്പറേഷൻ ഒക്കെ നടത്തണം. പക്ഷെ എന്നാലും എന്താ ഒരു കൊത്ത വർത്താനം പറയുന്നത്, താ കൂട്ടി പറയുന്നല്ല, ചില വാക്കുകളൊന്നും തിരിയില്ല, അങ്ങനെയുണ്ട്. എക്സ്പീരിയൻസ് ഞാൻ ഫാത്തിമ. എനിക്കിപ്പം ഒരു കുട്ടിയുണ്ട്, 1 വയസ്സായിട്ടുള്ള. അപ്പൊ 5th മന്തില് അനോമലി സ്കാൻ ഉണ്ടല്ലോ, അതില് എന്റെ അടുത്ത് പറഞ്ഞു കുട്ടിയുടെ ഹാർട്ടിന്റെ ഏതോ ഒരു വെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളത് തിരിച്ചാ പോയേക്കുന്നതെന്ന് പറഞ്ഞു. കയ്യിലോട്ട് പോകാനുള്ള ഏതൊരു വെയിൻ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചിലപ്പം നിങ്ങള് ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ, വേറൊരു ഹോസ്പിറ്റല് സൈമറാന്ന് തോന്നുന്നു, അവിടെ വേറൊരു സ്കാൻ ഉണ്ട്, അത് പോയി ചെയ്യണം. ചിലപ്പം ഡിസബിലിറ്റി ആവാം, ചിലപ്പോ ഡിസബിലിറ്റി ഉണ്ടാവില്ല. ശ്വാസം മുട്ട് പോലെ, അത് അപൂർവമായുള്ള ഒരു കേസാണ്. അവിടെ ഞാൻ റിനയില കണ്ടുകൊണ്ടിരുന്ന പാലാരിട്ടം. അവിടെ 2-3 കേസ് അവിടെ ഉണ്ടായുള്ളൂ. അതില് 3ാമത്തെ കേസായിരുന്നു എന്റേത്. ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. അവര് പറഞ്ഞ ചിലപ്പോ ഉണ്ടാവാം, അത് ചിലപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ആവാം. ഇതുവരെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ആവാം ഡിസബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇത് വേണമെങ്കിൽ ചോദിച്ചോ. അത് അവരെഴുതി തന്നു നമുക്ക്, വേറെ സൈമറി പോയി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു കസിൻ ബ്രദർ ഡോക്ടറാ, പീഡിയാട്രീഷ്യനാ.
അപ്പൊ ഞാൻ ഇതേപോലെ പറഞ്ഞപ്പോ പറഞ്ഞ് ഒരു കാരണവശാലും ചെയ്യരുത്, അത് ഫ്ലൂയിഡ് എടുത്തുള്ള ഇതാണ്, ടെസ്റ്റാണ്, അത് ചെയ്താല് ചിലപ്പം അബോർഷൻ വരെ ആയി പോകാം എന്ന് പറഞ്ഞ്. അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ 5 മാസമായി, നമുക്ക് കളയാനും പറ്റത്തില്ല, ഇനി എന്താണെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഡോക്ടർ, അപ്പൊ എന്റെ കസിൻ ബ്രദർ ഡോക്ടറാണ്, പീഡിയാട്രീഷ്യൻ, അപ്പൊ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്കുണ്ട് ഒരു വയസ്സായ കൊച്ച്. ഓക്കെ, ഇനി ടൈം കഴിഞ്ഞു തോന്നുന്നു. നമ്മൾ പ്രോബ്ലം, അതായത് ഇപ്പൊ തൈറോയിഡ് ഉള്ള ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റീസ് ബേബിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. തൈറോയ്ഡ് ഉള്ള പാരന്റ്സിന്, അല്ല അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ കൊച്ചിന് ഡിസബിലിറ്റി വരാൻ ഡിസബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പ്രഗ്നന്റ് ടൈമില് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ ബൈ ബർത്ത് കുട്ടിക്ക് തൈറോയ്ഡ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മോനുണ്ടായിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനിപ്പോഴും തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളാണ്, പക്ഷെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കും തൈറോയ്ഡ് ഉണ്ട്. ഞാൻ 13 വയസ്സ് മുതൽ മരുന്ന് കഴിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് എന്റെ ആന്റിമാർക്കും അതേപോലെ അച്ഛന്റെ ഫാമിലിയിലും മിക്കവർക്കും തൈറോയ്ഡ് ഉണ്ട്. കുട്ടിക്ക് ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. അവളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും തൈറോയ്ഡ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തൈറോയ്ഡ് കൂടുതലായിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പൊ 3ാമത്തെ മാസം അത് കുട്ടി ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞിട്ട് അത് അബോർഷൻ ആയിട്ട് പോയി. ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല കുട്ടിക്ക്. ആ തൈറോയിഡിന്റെ പ്രശ്നം കാരണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് അബോർഷൻ ആയി. പിന്നെ ഉണ്ടാകുന്നത് പ്രഗ്നന്റ് ആയപ്പോ കുഴപ്പമൊന്നുമില്ല, തൈറോയിഡൊക്കെ നല്ല രീതിയിൽ മരുന്നൊക്കെ കഴിച്ച് ഒക്കെ ഓക്കെ ഇരുന്ന്, എന്നിട്ട് നല്ല രീതിയിൽ ആ സ്മൂത്ത് ആയിരുന്നു. പിന്നെ ഡെലിവറിയുടെ ടൈം ആയപ്പോഴേക്കും വീണ്ടും തൈറോയിഡ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. അതിന് വീണ്ടും ഡോസ് കൂട്ടും. മരുന്നിന്റെ ഡോസ് ഇപ്പൊ 100 കഴിക്കണമെങ്കിൽ 125 ഡോസ് കൂട്ടി നോർമൽ ആക്കിയിട്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞത്. പിന്നെ മോന്റെ ടൈമിൽ എനിക്കൊക്കെ നോർമലായിരുന്നു. മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമൽ, ഒരു പ്രശ്നവുമില്ല. തൈറോയിഡിന്റേതായ ഒരു പ്രശ്നമില്ല അവരെ പ്രഗ്നന്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്കിപ്പോ നോർമലാണ്. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇപ്പൊ ഇനി പ്രഗ്നന്റ് നോക്കണില്ലല്ലോ നമ്മ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊക്കെ തൈറോയിഡ് നോർമലാണ്. തൈറോയിഡ് ആയിരുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം, മരുന്ന് കഴിക്കണോണ്ടേ, മരുന്നിന്റെ ഡോസ് എടുക്കണോണ്ട് ഭയങ്കര ഉറക്കം. എനിക്ക് പകലൊക്കെ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ മുടി കൊഴിച്ചില്, മുടി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടി വരുന്നു. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ. കുട്ടികൾക്ക് ഇനി അറിഞ്ഞൂടാ. ഇനി മോൾക്ക് എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം അവളെ ഏകദേശം എന്നെ പോലെയാണ്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എനിക്കൊരു 13 വയസ്സിൽ എന്റെ ടീച്ചർമാരാ പറഞ്ഞത്, ക്ലാസ്സിൽ ടീച്ചർമാർ എന്റെ തൊണ്ട ഇവിടെ ഇട്ട് ഇത്തിരി വീർത്തിരിക്കുക, ഒരു ബട്ടർഫ്ലൈ പോലെ ഉണ്ട് കഴുത്തില്. അപ്പൊ ടീച്ചർമാരെ കണ്ടിട്ട് പറയും ഇയാൾക്ക് തൈറോയിഡ് ഉണ്ടാ, പിടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴേ എനിക്ക് പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ ഇത് തോന്നുന്നുണ്ട്. ഇത്തിരി വലുതായിരുന്നു, മുമ്പ് ഇത്തിരി വലുതായിരുന്നു, ഇപ്പൊ ഇത്തിരി കൂടി ചെറുതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തൈറോയിഡ് എനിക്കുണ്ട്, കോമൺ ആയിട്ട് മിക്കവാറും കാണുന്നുണ്ട്. അതേപോലെ മുഖത്ത് രോമ വളർച്ച ഉള്ളവർക്ക് തൈറോയിഡ് ഉണ്ടാവുന്ന പറയണത്. അങ്ങനെ പറയണത് ബൈ ബർത്ത് നമുക്ക് പെൺകുട്ടികളാണെങ്കിലാണ് കൂടുതൽ ചാൻസ്. ആൺമക്കളാണെങ്കിൽ തൈറോയിഡ് അങ്ങനെ വരില്ല. എനിക്ക് മോനായിരുന്നു, അവന് ടെസ്റ്റ് ചെയ്തു, അപ്പൊ അവന് തൈറോയിഡ് ഒന്നുമില്ല. ഒരു പക്ഷെ മോളായിരുന്നെങ്കിൽ അത് വരായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഓൾറെഡി മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഡെലിവറിയുടെ സമയത്ത്? ഇല്ല, എനിക്ക് ഡെലിവറി ആയപ്പോഴാണ് ഇത് ഇങ്ങനെ തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ മോനുണ്ടായതിനു ശേഷം അത് മാറി, പിന്നെ മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറെ നാൾ കഴിച്ചില്ല. പിന്നെ ഇതേപോലെ ഭയങ്കര ക്ഷീണം, പ്രഷർ എപ്പോഴും ഇങ്ങനെ ലോ ആയി പോണു. അപ്പൊ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയിഡ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പൊ 50ന്റെ മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ 12.5 ആണ്. പക്ഷെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കണം. നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോ വീണ്ടും വരും അത്ര, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ്ലി കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. നോർമലാണ്. ഇടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും. മരുന്ന് സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കണം. ഞാൻ 12.5 ഏറ്റവും കുറവ് എന്നുള്ളതാണ് കഴിക്കുന്നത്. പക്ഷെ നിർത്താൻ പാടില്ല, സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് നിർത്തി ഞാൻ. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ നോർമലായിരുന്നു. അപ്പൊ നമുക്ക് എന്റെ മദറിന്റെ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാ. ആണല്ലേ? അത് ഓപ്പറേറ്റ് ചെയ്ത് കളയും ചിലവർക്ക്. ചിലത് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് ചിലപ്പോ ക്യാൻസറോ വേറെ ഇതൊക്കെ ആയിരിക്കും.
ഓപ്പറേറ്റ് ചെയ്ത് കളയും. അതേപോലെ അവർക്ക് സൗണ്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ തൈറോയിഡിന്റെ ഗ്ലാൻഡ് ഇത് എന്തൊക്കെ വലുതല്ലേ, എനിക്ക് പേടിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ തൈറോയിഡ് കാരണം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലാൻഡ് എടുത്ത് മാറ്റേണ്ട വരുമോ എന്നുള്ള പേടി ഇപ്പോഴേ ചെറുപ്പം മുതലേ കുഞ്ഞിലായിരുന്നു. 13 വയസ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് മുതലേ എനിക്കുണ്ട് എന്റെ സൗണ്ട് പോകുമോ എന്നുള്ളൊരു പേടി. കാരണം എനിക്ക് പരിചയമുള്ള ചേച്ചി അഞ്ജലി എന്ന് പറയുന്നത്, ആ ചേച്ചിക്ക് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞുണ്ടോ. അപ്പൊ ആദ്യം ഒരു 3-5 മാസം സംസാരിക്കണമെങ്കിൽ ഇത്തിരി ഡിസബിലിറ്റി നമുക്ക് തോന്നുമായിരുന്നു, വ്യക്തത കുറവായിരുന്നു. പിന്നെ ആ ചേച്ചി നമ്മളെ പോലെ സാധാരണ രീതിയിൽ സംസാരിക്കണേക്കാം. അപ്പൊ സൗണ്ട് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്ത് മാറ്റി സൗണ്ടിന്റെ ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ടൈം ഒരുപാടായില്ലേ? ശരി എന്നാ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ഡിസബിലിറ്റീസിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്. ഡൗട്ട് എന്തായിരുന്നു ചോദിച്ചത്? മിസ്സേ, ഒരു മദറിന് 3 കുട്ടികൾ അബോർട്ടായി പോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 പിള്ളേരുണ്ട്. അപ്പൊ അതിന്റെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അതിനിങ്ങനെ വിശേഷമായി, കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിപ്പോ. പക്ഷെ ആ കൊച്ചു അബോർട്ടായി പോയി. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ പാരമ്പര്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ വരുന്നില്ല. എന്താ പറയണത്, പ്രഗ്നന്റ് ആവാനായിട്ട് നോക്കുന്നേക്കാളും മുമ്പ് നമ്മൾ ഫിസിക്കലായിട്ട് ഇങ്ങനെ ചെക്കപ്പ് എടുക്കുക, നല്ലൊരു ചെക്കപ്പ് എടുക്കുക, ഡോക്ടറിന്റെ അടുത്ത് പോകുക. എന്നിട്ട് മരുന്ന് അവരെന്തെങ്കിലും നമുക്ക് വേറെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മരുന്ന് നമുക്ക് തരും. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് എനിക്ക് അത് അബോർഷൻ ആയി പോയി എന്ന് പറഞ്ഞില്ല, തൈറോയിഡ് കൊണ്ടാണ് അബോർഷൻ ആയി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, നിഷ എന്നാണ് ആ ഡോക്ടറിന്റെ പേര്. ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. ഇങ്ങനെ വന്നിട്ട് 3 മാസമായപ്പോ അബോർഷൻ ആയി പോയതാണ്. എനിക്ക് തൈറോയിഡ് ആ സമയത്ത് 8 ആയിരുന്നു. ഇന്നതൊക്കെ ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ഡോക്ടർ ഈ മരുന്ന് കഴിച്ചു, എന്നിട്ട് നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, നോക്കിക്കോ, അങ്ങനെ ആ കൺസീവ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ട്. അതിന് ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഡെയിലി ഫോളോ ചെയ്യും. സ്കാനുകള് ഓരോ സ്കാനൊക്കെ ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെ പോയി ചെയ്യും. അതേപോലെ എനിക്ക് ആ സമയത്ത് ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോർമൽ ആക്കാനായിട്ട് മാക്സിമം ചോറൊക്കെ ഒഴിവാക്കിയാണ് അവർ പറയുന്ന ആ ഒരു ഇതിൽ കൂടെ ഇരുന്ന് ഞാൻ പോയത്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മ ഇനി കൺസീവ് ആവണേക്കാളും മുമ്പ് ആ കുട്ടികളോട് പറയാം, ഒന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്തിട്ട് ഇനി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. മിസ്, അസൈൻമെന്റ് എന്നാ സബ്മിറ്റ് ചെയ്യണ്ടേ? അസൈൻമെന്റ് ഞാനാണ് തന്നത്. അല്ല. ശരണ്യ മിസ്സിനോട് ചോദിക്കാട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.